പ്രതിരോധ മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന നമ്മുടെ ഇന്ത്യ ഇപ്പോൾ അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിന്റെ ആവശ്യകത തിരിച്ചറിയുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നു. നിലവിലിപ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനമുള്ളത്. ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും ചൈനയും റഷ്യയ്ക്കുമുള്ള യുദ്ധവിമാനങ്ങളോട് കടപിടിക്കുന്നതോ ഒരുപക്ഷെ അതിൽ ഒരു പടി കൂടി മുന്നിട്ട് നിൽക്കുന്നതോ ആയിരിക്കും. ധാരാളം സവിശേഷതകളുള്ള ധാരാളം രഹസ്യ സ്വഭാവങ്ങൾ ഒളിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം. ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ പറ്റിയും അതിന്റെ സവിശേഷതകളെ പറ്റിയും അതിന്റെ രഹസ്യ സ്വഭാവങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അമേരിക്ക, ചൈന, റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇനി നമ്മുടെ ഇന്ത്യയുടെ പേരും എത്തുന്നു. ലോകത്തിലെ തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ അമേരിക്ക, ചൈന, റഷ്യയുമാണ്. ഇപ്പോൾ ഇതാ അവരുടെ ലിസ്റ്റിലേക്ക് നമ്മുടെ ഇന്ത്യയും ഉൾപ്പെടുന്നു. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി 15,000 കോടി രൂപയുടെ പദ്ധതിക്ക് സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകി കഴിഞ്ഞു. ഇന്ത്യയുടെ അഞ്ചാം തലമുറ ഫൈറ്റർ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ആയിരിക്കും പ്രോഗ്രാം നടപ്പിലാക്കുന്നതും വിമാനം രൂപകൽപ്പന ചെയ്യുന്നതും. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിക്കുന്നത്. അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ നിലവിലുള്ള നാലാം തലമുറയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ സ്റ്റെൽത്ത് സവിശേഷതകളാണ്. ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്ന ഈ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് ആഗോളതലത്തിൽ ഉപയോഗത്തിലുള്ള മറ്റ് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾക്ക് തുല്യമോ അതിലും മികച്ചതോ ആയിരിക്കും. ഇന്ത്യൻ എയർഫോഴ്സ് ഇൻവെന്ററിയിലെ മറ്റ് യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് 25 ടൺ ഭാരമുള്ള ഇരട്ട എഞ്ചിൻ ഈ വിമാനത്തിനെ ശത്രു റഡാർ കണ്ടെത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ ഈ വിമാനത്തിന് 6.5 ടൺ ശേഷിയുള്ള വലിയ മറഞ്ഞിരിക്കുന്ന ആന്തരിക ഇന്ധന ടാങ്കും തദ്ദേശീയ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ആന്തരിക ആയുധ ബേയും ഉണ്ട്. AMCA Mk1 വേരിയന്റിന് 90 കിലോ ന്യൂട്ടൺ ക്ലാസിന്റെ US നിർമ്മിത GE414 എഞ്ചിനാണുള്ളത്. അതേസമയം അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് AMCA Mk2 കൂടുതൽ ശക്തമായ 110 kN എഞ്ചിനിൽ പറക്കും. ഇത് DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് തദ്ദേശീയമായി വികസിപ്പിക്കും. ഈ കോമ്പാക്ട് എയർക്രാഫ്റ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് വേണ്ടി വിമാന എഞ്ചിനുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാതാക്കൾ ഒന്നായ ഫ്രാൻസിലെ സഫ്രാൻ SA-യുമായി ഇന്ത്യ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് എഞ്ചിനുകളിലേക്കുള്ള വായുപ്രവാഹം നിയന്ത്രിക്കുന്നതിനുള്ള ഡൈവേർട്ടർ ലെസ് സൂപ്പർസോണിക് ഇൻലെറ്റ്, റഡാർ ഉത്ഭവനത്തിൽ നിന്ന് എഞ്ചിനുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സർപെന്റൻ എയർ ഇൻടേക്ക് ഡക്ട് എന്നിവ. ശരിക്കും പറഞ്ഞാൽ ഈ MCA വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ 2007 ആരംഭിച്ചിരുന്നു. റഷ്യയുമായി ചേർന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനായിരുന്നു ഇന്ത്യ ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ 2018 ഈ FGFA പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറി. അതിനുശേഷം ഇന്ത്യ തദ്ദേശീയമായി തന്നെ ഈ വിമാനം നിർമ്മിക്കാൻ വേണ്ടി പദ്ധതിയിടുകയായിരുന്നു. ഇന്ത്യയുടെ തദ്ദേശീയമായ അഞ്ചാം തലമുറ യുദ്ധവിമാനമായിരിക്കും AMCA. നാലാം തലമുറ യുദ്ധവിമാനത്തിൽ നിന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ രഹസ്യ സവിശേഷതകളാണ്. ഈ വിമാനത്തിന് കുറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രു റഡാറുകൾക്ക് ഈ വിമാനം കണ്ടെത്താൻ കഴിയുകയില്ല. എന്നാൽ അതേസമയം ഈ വിമാനത്തിനാവട്ടെ ശക്തമായ സെൻസറുകളും പുതിയ ആയുധങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറിനെ കണ്ടെത്താൻ ഇതിന് കഴിയുകയും നശിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ നാലാം തലമുറ വിമാനത്തിൽ ഈ സവിശേഷതകളൊന്നും തന്നെ ഇല്ല. എന്നാൽ ചില സവിശേഷതകൾ പിന്നീട് ചേർത്തേക്കാം. പക്ഷെ അത് പൂർണ്ണമായും അഞ്ചാം തലമുറ വിമാനമായി മാറില്ല എന്നാണ് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ പറയുന്നത്. അതുപോലെ തന്നെ ആന്തരിക ആയുധ ബേ, വലിയ ആന്തരിക ഇന്ധന ടാങ്ക് തുടങ്ങിയ സ്റ്റെൽത്ത് ഫീച്ചറുകൾ AMCA പോലുള്ള അഞ്ചാം തലമുറ വിമാനങ്ങളുടെ ഭാഗമാണ്. 1500 കിലോഗ്രാം പേലോഡിനൊപ്പം 4 ദീർഘദൂര എയർ ടു എയർ മിസൈലുകളും ഒന്നിലധികം പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും ആന്തരിക ആയുധ ബേയിൽ വഹിക്കാൻ സാധിക്കും. അതേസമയം ഇതിന്റെ പുറത്തെ ഇന്ധന ടാങ്കുകളും ബാഹ്യമായി ഘടിപ്പിച്ച ആയുധങ്ങളും റഡാറിനെ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ വിമാനത്തിന്റെ ഉപരിതലത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേക സാമഗ്രികൾ റഡാറിനെ ഈ വിമാനത്തിൽ നിന്നും വഴിതിരിച്ചുവിടുന്നു. അതുപോലെ തന്നെ ഈ വിമാനത്തിൽ ഒരു ഇന്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് സംവിധാനവുമുണ്ട്. അതായത് ഒന്നിലധികം ഘടനാപരമായ ഘടകങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നതിനും വിമാനത്തിന്റെ അവസ്ഥ തത്സമയം വിലയിരുത്തുന്നതിനുമായി ഇന്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് സംവിധാനവും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4-5 വർഷത്തിനുള്ളിൽ ഈ വിമാനത്തിന്റെ ആദ്യ പറക്കൽ നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ADA. വിമാനത്തിന്റെ പൂർണ്ണ വികസനം ഏകദേശം 10 വർഷമെങ്കിലും എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. HAL വിമാനങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് 5 പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കും.
വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ സ്വകാര്യ വ്യവസായവും പങ്കാളികളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം നിർമ്മിച്ചത്. നിലവിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ പട്ടികയിൽ യുഎസിന്റെ F-22 റാപ്റ്റർ, F-35 മിന്നൽ 2, ചൈനീസ് J-20 മൈറ്റി ഡ്രാഗൺ, റഷ്യൻ സുഖോയ് Su-57 എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനത്തിലെ സൂപ്പർ ക്രൂയിസ് അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനുകളിൽ ഇന്ധനം നിറഞ്ഞ ആഫ്റ്റർ ബേണറുകൾ ഉപയോഗിക്കാതെ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ പറക്കാൻ അതിന് കഴിയും. അതുപോലെ തന്നെ അതിലെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങളുള്ള വിപുലമായ ഏവിയോണിക് സെൻസറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൈലറ്റ് എയർക്രാഫ്റ്റ് ഇന്റർഫേസ് മെച്ചപ്പെടുത്തുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നാണ് ദീർഘദൂരങ്ങളിൽ നിന്നുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അത് നശിപ്പിക്കാനും ഇതിന് സാധിക്കും. അതിലൂടെ എതിരാളികളെ മറികടക്കാൻ ഇതിന് കഴിയും. അതിനുവേണ്ടി ഇതിൽ ഇലക്ട്രോണിക് സ്കാൻ അറേ റഡാറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. AMCയുടെ പ്രവർത്തനം 2030 ശേഷം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ 2 സ്ക്വാഡ്രണുകൾ അമേരിക്കൻ എഞ്ചിൻ നിർമ്മാതാക്കളായ GA എയറോസ്പേസ് നിർമ്മിച്ച GE414 എഞ്ചിനുകളാൽ പ്രവർത്തിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ശേഷിക്കുന്ന സ്ക്വാഡ്രണുകൾക്കായി കൂടുതൽ ശക്തമായ എഞ്ചിനുകൾ ഇന്ത്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിക്കും. ഈ 5ാം തലമുറയിൽ 200-ലധികം യുദ്ധവിമാനങ്ങളെ ഇന്ത്യ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള മത്സരത്തിൽ ദക്ഷിണ കൊറിയയും തുർക്കിയും പോലും മുന്നിലെത്തിയിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ TF ഖാൻ എന്നറിയപ്പെടുന്ന തുർക്കിയുടെ അടുത്ത തലമുറ യുദ്ധവിമാനം അതിന്റെ ആദ്യ പറക്കലിന് പുറപ്പെട്ടു. ഖാൻ 5ാം തലമുറ മൾട്ടി റോൾ യുദ്ധവിമാനമാണെന്നാണ് ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ തുർക്കി എയറോസ്പേസ് ഖാൻ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൽ പാകിസ്ഥാനും ഔദ്യോഗികമായി ചേരുന്നു എന്ന് തുർക്കി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 ജൂലൈയിൽ ദക്ഷിണ കൊറിയയുടെ KF-21 ബൊറാമെ അടുത്ത തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് അതിന്റെ ആദ്യ പറക്കൽ നടത്തിയിരുന്നു. ഈ ബൊറാമെ പ്രോഗ്രാമിൽ 20% ഇന്തോനേഷ്യയും പങ്കാളിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധക്കപ്പലുകളെ ശക്തിപ്പെടുത്തുന്നതിനായി ഒരു സ്റ്റെൽത്തി മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുക എന്നതാണ് AMCA പ്രൊജക്ട് ലക്ഷ്യമിടുന്നത്. 2007-ലാണ് ഇത് ആദ്യമായി ആരംഭിച്ചത്. DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 2018-ൽ റഷ്യയുമായുള്ള 5ാം തലമുറ യുദ്ധവിമാന സഹകരണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വത്തിനായുള്ള ഇന്ത്യയുടെ അന്വേഷണത്തിന് AMCA പ്രൊജക്ട് അടിവരയിടുന്നു. നിലവിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു 5ാം തലമുറ യുദ്ധവിമാനം എന്ന് ചോദിച്ചാൽ, ചൈനയ്ക്കും പാകിസ്ഥാനും എതിരായ വ്യോമ പ്രതിരോധം ഇന്ത്യ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ ബെയ്ജിങ്ങിന് 3304 വിമാനങ്ങളും ഇന്ത്യക്ക് 2296 വിമാനങ്ങളും പാകിസ്ഥാന് 1434 വിമാനങ്ങളുമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അത്യാവശ്യമാണ്. പ്രതിരോധ മേഖലയുടെ കാര്യത്തിൽ ഇന്ത്യയും തങ്ങളുടെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ തങ്ങളുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കാലപ്പഴക്കം ചെന്ന യുദ്ധോപകരണങ്ങൾ മാറ്റി ആ സ്ഥാനത്തേക്ക് നൂതന സാങ്കേതിക വിദ്യകൾ അടങ്ങിയ യുദ്ധോപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിന് ഈ യുദ്ധവിമാനങ്ങളുടെയും മറ്റു ഉപകരണങ്ങളുടെയും വിതരണത്തിന് സമയമെടുക്കും എന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞാൽ US, റഷ്യ, ചൈന എന്നിവരുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ പേരും ഉൾപ്പെടും. ഈ AMCA പദ്ധതിയുടെ മുന്നോട്ടുള്ള നീക്കം എന്ന് പറയുന്നത് വളരെയധികം നിർണായകം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.